സന്തോഷം. ഹലോ ഗൈസ്, ഇന്നാണ് നമ്മളെ ചെക്കന്റെ സങ്കടം ശരിക്കും മാറാൻ പോണേ. അതിന്റെ പൊലി ഓന്റെ മൂന്നുമല കാണാണ്ട്. ഓൻ പണ്ടേ നല്ലൊരു ചെക്കനായതുകൊണ്ട് തന്നെ എമ്മനെയും വാപ്പനെയും കൂട്ടാത്ത ഒരു പരിപാടി ഓനില്ല. പിന്നെ നമ്മളെപ്പുറം എന്നുള്ളത് അനു ഷാമോനാണ്. വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരുത്തൻ സൈഡായിന്. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. ഇവന്റെ ഗെറ്റപ്പ് കണ്ടാ തോന്നുന്നു ഇവന് വണ്ടി എടുക്കാൻ വന്നാണ്. എനിക്കിതിന്റെ സൗന്ദര്യം കൂടി പോയതിന് ഞാൻ എന്ത് തെറ്റിയതടാ പട്ടി. അങ്ങനെ നമ്മളെ വണ്ടി എത്തി. പിന്നെ ഓന്റെ വാപ്പന്റെ വക ഒരു റൗണ്ട് ചെക്കിങ് കൂടി ഉണ്ടേനി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുത്തൻ ഹിമാലയമ കയറിയിരിക്കുന്നുണ്ട്. ഹിമാലയം വാങ്ങാൻ പൂതി വെച്ചിട്ട് എക്സ്പൾസ് വാങ്ങിയതിന്റെ സങ്കടം ഓ ഇങ്ങനെയൊക്കെയാണ് തീർക്കല്. അതുകൊണ്ട് നമ്മളത് വലിയ കാര്യമാക്കല്ല. പേപ്പർ വർക്ക് ഒന്നും പറഞ്ഞ് ഓല നമ്മൾ അത്യാവശ്യം നല്ല പോസ്റ്റ് ആക്കിക്കണേ. ഇക്കാണെങ്കിൽ പള്ളയെ പയിച്ചിട്ട് ഹെവി ആയിട്ട് എന്തോ കഴിച്ചാൽ ചെക്കനെ മുടിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് കിട്ടിയ ഗ്യാപ്പിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കഴിച്ചു പോകുന്നു. തിരിച്ചു വന്നപ്പോൾ തന്നെ ഏകദേശം പരിപാടിയൊക്കെ സെറ്റ് ആയിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെക്കൻ നല്ലൊരു കുട്ടിയായതുകൊണ്ട് ഉമ്മന്റെയും പാപ്പന്റെയും കയ്യിൽ നിന്ന് തന്നെ ചായ വാങ്ങണം എന്നൊരു നിർബന്ധം. അത് കഴിഞ്ഞാണ് കാര്യപരിപാടി തുടങ്ങിയത്. ആദ്യത്തെ അൺവീലിംഗ് പാളിയുണ്ട്. രണ്ടാമത്തത് എങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യാന്ന് ക്ലാസ് എടുത്തു കൊടുക്കാണ് ഷാമോന്. എടുത്ത ക്ലാസ് അത്രയ്ക്ക് അടിപൊളി ആയതുകൊണ്ടാ തോന്നുന്നുണ്ട് ചെക്കൻ അവസാനം എല്ലാം കൂടി ചുരുട്ടി മടിക്ക് ഒരു ഏറെ അങ്ങോട്ട് കൊടുത്ത്. പിന്നെ നടന്നത് ചരിത്രേന്. ഇങ്ങനെയൊന്നും അല്ലടാ. ഇത് നമ്മക്കിന്ന് പോണ്ടേ? അവസാനം അവിടുത്തെ ഒരു ചങ്ങായി വന്നിട്ടാണ് ഓന് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി. അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. എന്താണെന്നറിയില്ല, ഈ കാര്യത്തിൽ ചെക്കൻ സെറ്റാണ്. അത് കഴിഞ്ഞ് ഓലും പറഞ്ഞേച്ച് നമ്മളൊരു കടയിൽ കയറി. മന്തി തിന്ന ക്ഷീണം കൊണ്ടാ തോന്നുന്നുണ്ട്. ആടെ കയറിയപ്പോൾ തന്നെ ഓനുണ്ട് മലർന്ന് കിടക്കണം. അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഓക്കെ, ബാക്കി വിശേഷങ്ങൾ പിന്നെ.